ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഞെട്ടി. മോക്ക് ഡ്രില്ലുകൾ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ മിന്നൽ ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യ കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ 23 ഇടങ്ങളിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചു. പാക് സൈനിക കേന്ദ്രങ്ങളും കറാച്ചിയും ഇസ്ലാമാബാദും ആക്രമിക്കാൻ കരുത്തുണ്ടെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ സൈന്യം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയിൽ ഞെട്ടി പാകിസ്ഥാൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ മികവിന്റെ വിജയം കൂടിയാണിത്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപെയാണ് ആക്രമണം. മോക്ക് ഡ്രില്ലിന് ശേഷം ഇന്ത്യ പ്രത്യക്ഷ ആക്രമണം നടത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ബുധനാഴ്ച യുദ്ധാഭ്യാസം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വ്യോമസേന വ്യക്തമാക്കിയിരുന്നത്. ഇതെല്ലാം പാകിസ്ഥാൻ വിശ്വസിച്ചു. എന്നാൽ ഇന്ത്യ അണിയറയിൽ ഒരുക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. അണുവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ ഇന്ത്യയെ വിരട്ടാനും പാകിസ്ഥാൻ ശ്രമിച്ചു. ഒരു പരിശീലനത്തിനൊരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിനു മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് അതിർത്തി കടന്നും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. പുലർച്ചെ 1:44 സൈനിക നടപടി. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ്. പത്താൻകോട്ടിലും ബലാകോട്ടിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ നിഷേധിച്ച പാകിസ്ഥാൻ ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പുലർച്ചെ തന്നെ സ്ഥിരീകരിച്ചു. 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. പരിമിതമായ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയതെന്ന് സേന വിശദീകരിക്കുന്നുണ്ട്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടി ഇന്ത്യ നൽകിയത് ഒരു പുലർച്ചെയായിരുന്നു. 12 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബലാകോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിട്ടു. ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന് 15ാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ബലാകോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45 4:05 ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിക്ക് ശേഷമാണ്. മെയ് 7 രാത്രി 9 മണിക്കും മെയ് 8 പുലർച്ചെ 3 മണിക്കുമായാണ് മോക്ക് ഡ്രിൽ തീരുമാനിച്ചിരുന്നത്. യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുത്ത 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിനു മുന്നേ ആക്രമണം നടത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് രാത്രി മുഴുവൻ സമയവും ഉറക്കമൊഴിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിരീക്ഷിച്ചു. ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പ്രധാനമന്ത്രിയെ തത്സമയം വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ തമ്മിൽ പല റൗണ്ട് ആശയവിനിമയങ്ങൾ നടന്നു. മോദിക്കൊപ്പം രാത്രി മുഴുവൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മോദിയും ഡോവലും ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്ന് ഉറപ്പിച്ചു. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെയുള്ള മിന്നൽ മിസൈൽ ആക്രമണമായിരുന്നു നടന്നത്. കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ ഇന്ത്യക്കാരെ മതം ചോദിച്ചു കൊന്നു തള്ളിയതിനുള്ള ആദ്യ പ്രതികാരമായി ഇത് മാറി. ഇന്ത്യ ലക്ഷ്യമിട്ട 9 കേന്ദ്രങ്ങളിലും ഉദ്ദേശിച്ച രീതിയിൽ ആക്രമണം നടത്തി. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തൊയ്ബയുടെയും നേതാക്കൾ അധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത്. ബഹാവൽപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തവയുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളിലും പാക് അധീന കശ്മീരിലെ 5 കേന്ദ്രങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 23 ഇടങ്ങളിൽ മിസൈൽ പതിച്ചുവെന്നാണ്.
പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും കറാച്ചിയും ഇസ്ലാമാബാദും എല്ലാം ആക്രമിക്കാൻ കരുത്തുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ. ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിലും തിരിച്ചടി നടപ്പാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു. ശ്രദ്ധാപൂർവമായ ആക്രമണമായിരുന്നു ഇന്ത്യയുടേതെന്നും മന്ത്രാലയം അറിയിക്കുന്നു. അതേസമയം ഇന്ത്യയിൽ 15 സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും ശ്രീനഗർ വ്യോമതാവളത്തിൽ പാക് സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യൻ സൈനിക താവളം നശിപ്പിച്ചുവെന്നുമെല്ലാം പാക് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവകാശവാദങ്ങളുണ്ട്. എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ തെറ്റായ വിവരങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൊണ്ടുവരാനാവുന്നില്ല. പാക് സേനയുടെ മീഡിയ വിംഗ് ആയ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പങ്കുവെക്കുന്നുമുണ്ട്. ഇവ പലതും പഴയ സംഭവങ്ങളുടേതോ മുൻകാലങ്ങളിലെ മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഭയപ്പെടുന്ന പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.